ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിന്റെ ബയോളജി ഒന്നാമത്തെ ലെസൺ ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ലെസൺ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജീവന്റെ ജനിതകം അല്ലെ. അപ്പൊ ഈ പാഠത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് രണ്ട് സയന്റിസ്റ്റുകളെ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജെന്നിഫർ എ ഡൗഡ്ന, അതുപോലെ തന്നെ എമാനുവൽ കാർപെൻറ്റർ. രണ്ട് സയന്റിസ്റ്റുകളുടെ ചിത്രങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയ രണ്ട് സയന്റിസ്റ്റുകളാണ്. ഇവർക്ക് ഏതിനകത്താണ് നോബൽ പ്രൈസ് കിട്ടിയത് നമുക്ക് നോക്കാം. അതായത് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, എന്താണ് വികസിപ്പിച്ചെടുത്തത്? ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി. അപ്പൊ ചോദിക്കും, എന്താണ് ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി അല്ലെ? ജീൻ എഡിറ്റിംഗ് എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ജീൻ എഡിറ്റിംഗ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ജനറ്റിക് ഡിസീസ്, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനും ജനറ്റിക് എഡിറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചില ക്രോപ്പുകൾ, വിളകൾ വികസിപ്പിച്ചെടുക്കാൻ, അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനും മറ്റുള്ള കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ചില ക്രോപ്പുകളെ വികസിപ്പിച്ചെടുക്കാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ജീൻ എഡിറ്റിംഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് പഠിക്കേണ്ട ഒന്നാമത്തെ ടോപ്പിക് മനസ്സിലായില്ല, എന്താണ് ജീൻ എഡിറ്റിംഗ്? ജീൻ എഡിറ്റിംഗ് ഏതെല്ലാം മേഖലയിലാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, അടുത്തത് DNA-യുടെ സ്ഥാനം എവിടെയാണ്? DNA എവിടെയാണ് കാണപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സെല്ലിനെ കുറിച്ച് അറിയാം. സെല്ല് അല്ലെങ്കിൽ കോശം അല്ലെ. നമ്മുടെ ശരീരം വരെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെ. അതായത് ഒരു ജീവന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലാണ് അല്ലെങ്കിൽ കോശമാണെന്ന് പറയാം. ആ സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയസ്. ഒരു സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനകത്താണ് നമ്മൾ ആരെ കാണുന്നത്? ക്രോമസോമിനെ കാണുന്നത്. ക്രോമസോമിന്റെ ഉള്ളിലാണ് ആരെ കാണുന്നത്? ഈ പറയുന്ന DNA കാണുന്നത്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, സെല്ലിനകത്ത് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനകത്ത് ക്രോമസോം, ക്രോമസോമിനകത്ത് DNA. ഓക്കെ, അടുത്തത് DNA-യുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതിൽ കൂടുതൽ റോൾ അല്ലെങ്കിൽ പങ്ക് വഹിച്ച കുറച്ച് സയന്റിസ്റ്റുകളുടെ പേരുകൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളാണ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. എന്താണ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ചെയ്തത്? അതായത് DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങൾ എടുത്ത ഒരു സയന്റിസ്റ്റ് ആണ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ സയന്റിസ്റ്റിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് DNA-യുടെ ശരിയായിട്ടുള്ള ഘടന കണ്ടുപിടിച്ച ആളുകളാണ്, അല്ലെങ്കിൽ DNA-ക്ക് നമ്മൾ ഡബിൾ ഹെലിക്സ് ചിത്രം അല്ലെങ്കിൽ സ്ട്രക്ചർ കണ്ടുപിടിച്ച ആളുകളാണ് വാട്സൺ ആൻഡ് ക്രിക്ക് കേട്ടോ. അപ്പൊ റൊസാലിൻഡിന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് DNA-ക്ക് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഉണ്ടെന്നുള്ള മാതൃക അല്ലെങ്കിൽ മോഡൽ നിർമ്മിച്ച ആളുകളാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. ഇവരോടൊപ്പം തന്നെ 1962 നൊബേൽ പ്രൈസ് ലഭിച്ച ഒരാൾ കൂടിയുണ്ട്. ആളുടെ പേരാണ് മോറിസ് വിൽക്കിൻസ് കേട്ടോ. അപ്പൊ അതുകൂടി പഠിച്ചു വെക്കുക. അടുത്ത് നമുക്ക് നോക്കാം DNA-യുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. DNA-യുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ DNA-യിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊന്നും പഠിക്കും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഡിയോക്സ് റൈബോസ് ഷുഗർ മോളിക്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ബേസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് DNA-യുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ സ്ക്രീനിൽ DNA-യുടെ ഒരു സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ കണ്ടല്ല, എങ്ങനെയാണെന്നുള്ളത് കണ്ടല്ല. ഓക്കെ, ഇനി നമുക്ക് DNA-യുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് എന്ന് പറയുമ്പോൾ DNA-യിൽ എത്ര സ്ട്രാൻഡുകളാണ് ഉള്ളത് എന്നുള്ളത് പഠിക്കണം. DNA-യിൽ എത്ര സ്ട്രാൻഡുകളാണ്? നമ്മൾ നേരത്തെ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു അല്ലെ. എത്ര സ്ട്രാൻഡുകളാണ് അല്ലെങ്കിൽ എത്ര ഇഴകളാണ് DNA-യിൽ ഉള്ളത്? എത്ര എണ്ണമാണ്? 2 എണ്ണമാണ് അല്ലെ. രണ്ടാമത്തത്, മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് എ സ്ട്രാൻഡ്. ഈ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. അതായത് ഫോസ്ഫേറ്റും അതുപോലെ തന്നെ ഷുഗർ മോളിക്യൂൾ ആണ്. അതായത് ഈ മോളിക്യൂൾ യൂസ്ഡ് ടു മേക്ക് എ സ്ട്രാൻഡുകൾ നിർമ്മിക്കാനായിട്ട് ആ ഇഴകൾ ഉണ്ടല്ലോ, ആ ഇഴകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് ഫോസ്ഫേറ്റും ഷുഗർ മോളിക്യൂളുമാണ്. എന്നാൽ രണ്ട് ഇഴകൾ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ആ രണ്ട് സ്ട്രാൻഡുകൾക്കിടയിൽ രണ്ടിങ്ങനെ ചേർത്ത് നിർത്തുന്നത് കണ്ടില്ലേ? അതാരാണെന്ന് ചോദിച്ചാൽ പറയണം അത് നൈട്രജൻ ബേസ് പെയറുകളാണ്, നൈട്രജൻ ബേസ് ജോഡികളാണ് അവരെ തമ്മിൽ പരസ്പരം ചേർത്ത് നിർത്തുന്നത് കേട്ടോ. ഇനി അതിനകത്ത് അടുത്തത് കാണാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസ്. ഇതിനകത്ത് DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ ജോഡികൾ ഏതൊക്കെയാണെന്നുള്ളത് അവരുടെ പേരുകൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതാണ് DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം ഫോർമേഷൻ ഓഫ് റങ്സ്. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന അതായത് പടികൾ എന്ന് പറയും, നമ്മൾ ആ ഇഴകൾക്കിടയിലുള്ള ആ ഒരു പടികൾ അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അത് നൈട്രജൻ ബേസുകൾ തമ്മിൽ ചേർത്ത് നിർത്തിയിട്ടാണ്. ഈ പറയുന്ന രണ്ട് ഇഴകൾക്കിടയിൽ നൈട്രജൻ ബേസുകളാണ് ഇവരെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് കേട്ടോ. ഇനി മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ്. നൈട്രജൻ ബേസ് നാലെണ്ണം നമ്മൾ പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ് 4 എന്ന് പറഞ്ഞ എല്ലാവരും? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ.
ഇതിൽ അഡിനിനോട് ചേർന്ന് നിൽക്കുന്ന നൈട്രജൻ ബേസ് ഏതാണ്, ഗ്വാനിനോട് ചേർന്ന് നിൽക്കുന്ന നൈട്രജൻ ബേസ് ആണ്, അതും കൂടി നമ്മൾ പഠിക്കണം. അഡിനിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആണ്. അഡിനിനോട് ചേർന്ന് നിൽക്കുന്നത് തൈമിനും ഗ്വാനിനോട് ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും സൈറ്റോസിനും ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് മോളിക്യൂൾസ് ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെല്ലാം കാണപ്പെടുന്നുണ്ട്? ഡിയോക്സി റൈബോസ് ഷുഗർ കാണപ്പെടുന്നുണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണപ്പെടുന്നുണ്ട്, 1 നൈട്രജൻ ബേസ് കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ഒരുപാട് ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, DNA ആയിട്ട് മാറുന്നത്. അപ്പൊ DNA കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്തത് ക്രോമസോമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഒരു ക്രോമസോമിനകത്ത് DNA കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ കാണപ്പെടുന്നുണ്ട്. എന്താണ്? DNA ആൻഡ് പ്രോട്ടീൻ കോൾഡ് ഹിസ്റ്റോൺ. DNA ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും എന്തിനകത്ത് കാണപ്പെടുന്നുണ്ട്, ക്രോമസോമിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഇനി ഒക്ടാമർ എന്ന് പറഞ്ഞാൽ, ഒക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, 8 അല്ലെ. 8 ഹിസ്റ്റോണുകൾ കൂടി ചേരുമ്പോഴാണ് അതിനെന്തെന്ന് വിളിക്കുന്നത്, ഒക്ടാമർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചു കളിക്കണം. 8 ഹിസ്റ്റോണുകൾ കൂടി ചേരുമ്പോൾ ഒക്ടാമർ എന്ന് പറയും. ഈ ഒക്ടാമറിനെ ആരും അറേഞ്ച് ചെയ്യുന്നു, ആരിങ്ങനെ ചുറ്റിപ്പിടിക്കുന്നു, ഈ പറയുന്ന DNA ചുറ്റിപ്പിടിക്കുന്നു. മനസ്സിലായ? DNA സ്ട്രാൻഡ് ആരെ വല ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്, ഈ 8 ഹിസ്റ്റോണുകൾ അടങ്ങിയിട്ടുള്ള ഒക്ടാമറിനെ ചുറ്റിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്രോമസോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് DNAയും അതുപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീനുകളും. 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണ് ഒക്ടാമർ. ഈ ഒക്ടാമറിനെയാണ് ആര് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്, നമ്മുടെ DNA ചുറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചുറ്റി വെക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഇങ്ങനത്തെ ഒരുപാട് ന്യൂക്ലിയോസോമുകൾ നമുക്ക് ക്രോമസോമിനകത്ത് കാണാം. ഇങ്ങനെ ചുറ്റുകൾ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഓരോ ക്രോമസോമും, അതായത് ഈച്ച് ക്രോമസോം കൺസിസ്റ്റ് 2 സ്ട്രാൻഡ്. ഒരു ക്രോമസോമിനകത്ത് എത്ര സ്ട്രാൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും, 2 സ്ട്രാൻഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ സ്ട്രാൻഡുകളെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ് എന്നാണ് വിളിക്കുക. ഈ 2 സ്ട്രാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, ബോത്ത് ക്രോമാറ്റിഡ് ആർ ജോയിന്റ്. എന്നാൽ ഈ 2 ക്രോമാറ്റിഡുകൾ കൂടിച്ചേരുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ആ ഭാഗത്തെ വിളിക്കുന്ന പേര് എന്താണ്, സെൻട്രോമിയർ. ഓക്കെ, ക്ലിയർ ആയില്ല? ക്രോമസോമിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയില്ല? ഇനി മനുഷ്യ ശരീരത്തിലുള്ള ക്രോമസോമുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര ക്രോമസോമുകൾ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും? എത്ര ക്രോമസോമുകളുണ്ട്? 46 ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. എന്നാൽ എല്ലാ ജീവികളിലും ഒരേപോലെയാണോ ക്രോമസോമിന്റെ എണ്ണം എന്ന് പറയുന്നത്? എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലെ. നമ്മളിവിടെ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളെ പ്രധാനമായിട്ടും നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സൊമാറ്റിക് ക്രോമസോം എന്നും ഒന്ന് സെക്സ് ക്രോമസോം എന്നും 2 ആയിട്ട് തിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ്? സൊമാറ്റിക് ക്രോമസോം, സെക്സ് ക്രോമസോം. ഇതിന്റെ മലയാളം ടൈം എന്ന് പറയുന്നത് സ്വരൂപ ക്രോമസോമുകളും അതുപോലെ തന്നെ ലിംഗനിർണയ ക്രോമസോമുകളും എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? എന്താണ് സൊമാറ്റിക് ക്രോമസോം? സൊമാറ്റിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ ദീസ് ആർ ക്രോമസോം ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് ഏതെന്ന് പറയുന്നത്, സൊമാറ്റിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ. There are 22 pairs of somatic chromosome. ഏകദേശം എത്ര ജോഡികളുണ്ട് സൊമാറ്റിക് ക്രോമസോം? 22 ജോഡി സൊമാറ്റിക് ക്രോമസോം ആണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. A pair of identical chromosome together form homologous. എന്നാൽ ഈ പറയുന്ന സൊമാറ്റിക് ക്രോമസോം എപ്പോഴും എന്തായിരിക്കും? ഹോമോലോഗസ് ആയിരിക്കും. ഒരേപോലത്തെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമസോമുകളായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്നത് എത്ര ജോഡികളാണെന്ന് പറഞ്ഞത്? 22 ജോഡികളുണ്ട്. ഈ 22 ജോഡികൾ ഓരോ ജോഡി എടുത്താലും രണ്ടുപേരും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? One of these inherited from the mother. അപ്പൊ ഒരു ജോഡി നോക്കുമ്പോൾ ഒരെണ്ണം വന്നിരിക്കുന്നത് എവിടെ നിന്നായിരിക്കും? മദറിൽ നിന്നും. ഒരെണ്ണം വന്നിരിക്കുന്നത് ഫാദറിൽ നിന്നുമായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ ഇങ്ങനത്തെ ക്രോമസോമിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ക്രോമസോം എന്ന് പറഞ്ഞാല്. ക്ലിയർ ആണല്ലോ? അടുത്തത് സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാല് ദീസ് ആർ ദ ക്രോമസോം വിച്ച് ആർ ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷന് സഹായിക്കുന്ന ക്രോമസോമാണ് സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ. അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഏത് ക്രോമസോമാണ്? സെക്സ് ക്രോമസോമാണ്. ദേ ആർ 2 ടൈപ്സ്. സെക്സ് ക്രോമസോം പ്രധാനമായിട്ടും എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. എക്സ് ക്രോമസോം ഉണ്ട്, വൈ ക്രോമസോം ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് ക്രോമസോം ഉണ്ട്, വൈ ക്രോമസോം ഉണ്ട്. ദ വൈ ക്രോമസോം ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ ദ എക്സ് ക്രോമസോം. എക്സ് ക്രോമസോമിനേക്കാളും ചെറുതാണ് ആര്? വൈ ക്രോമസോം എന്ന് പറഞ്ഞാൽ. എന്താണ്? എക്സിനേക്കാളും ചെറുതാണ് ആര്? വൈ ക്രോമസോം എന്ന് പറഞ്ഞാൽ. ഈ വൈ ക്രോമസോമിനകത്ത് SRY എന്ന് പറയുന്ന ജീൻ ഉണ്ട്. എന്താണ്? വൈ ക്രോമസോമിനകത്ത് SRY എന്ന് പറയുന്ന ഒരു ജീൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുള്ളത് കൊണ്ടാണ് എന്തിന് കാരണമാകുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദ എംബ്രിയോ. എംബ്രിയോക്കകത്ത് ടെസ്റ്റിസിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു ജീനാണ് ഏത്? SRY എന്ന് പറയുന്ന ജീൻ. ഈ ജീൻ കാണപ്പെടുന്നത് എവിടെയാണ്? വൈ ക്രോമസോമിനകത്താണ്.
ക്ലിയർ ആണല്ലോ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ 2 ടൈപ്പ് ക്രോമസോമുകളാണെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? സൊമാറ്റിക് ക്രോമസോമും സെക്സ് ക്രോമസോമും പഠിച്ചു. ഓക്കെ, സെക്സ് ക്രോമസോം എത്ര ഉണ്ട്? 2 എണ്ണം അല്ലേ? എന്നാൽ സൊമാറ്റിക് ക്രോമസോം എത്ര ജോഡിയുണ്ട്? 22 ജോഡികളുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് മനുഷ്യ ശരീരത്തിൽ ആണായാലും പെണ്ണായാലും അവരിൽ കാണുന്ന ക്രോമസോമുകളുടെ വ്യത്യാസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും സൊമാറ്റിക് ക്രോമസോമിന്റെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും സൊമാറ്റിക് ക്രോമസോമിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 44 ആയിരിക്കും. മെയിൽ ആണെങ്കിലും 44 ആയിരിക്കും, ഫീമെയിൽ ആണെങ്കിലും 44 ആയിരിക്കും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം, ഫീമെയിലിനകത്ത് കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. മെയിലിനകത്ത് കാണുന്നതും 46 തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് മെയിലും ഫീമെയിലും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതായത് ഫീമെയിൽ ആണെങ്കിൽ അവരുടെ ക്രോമസോം എന്ന് പറയുന്നത്, സെക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ XX എന്ന് പറയുന്ന ക്രോമസോമും, മെയിൽ ആണെങ്കിൽ XY എന്ന് പറയുന്ന ക്രോമസോമും ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മെയിൽ ആണെങ്കിൽ XY, ഫീമെയിൽ ആണെങ്കിൽ XX. സൊമാറ്റിക് ക്രോമസോമിന്റെ എണ്ണൊക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്രയായിരിക്കും? 46. അതായത് സൊമാറ്റിക് ക്രോമസോം 44, സെക്സ് ക്രോമസോം രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 46. അതാണ് മനുഷ്യ ശരീരത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്രയാണെന്ന് പറയുന്നത്? 46 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് അപ്പൊ മനുഷ്യ ശരീരത്തിൽ ആകെ 46 ക്രോമസോമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സൊമാറ്റിക് ക്രോമസോം 44, സെക്സ് ക്രോമസോം 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഇനി ഒരു ക്രോമസോമിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്സ് ക്രോമസോമിനകത്ത് ഒരെണ്ണം കൂടിയാലും കുറഞ്ഞാലും അത് എന്തായിട്ട് മാറും? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ അത് ബാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം 44 ക്രോമസോമും 44 സൊമാറ്റിക് ക്രോമസോമും, എന്നാൽ ഒരു X ക്രോമസോമും മാത്രം കണ്ടുവരുന്നത് ആരിലും? സ്ത്രീകളിൽ ഒരു X എന്ന് പറയുന്ന ക്രോമസോം മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ടേർണർ സിൻഡ്രോം എന്ന് വിളിക്കും. എന്താണ്? ടേർണർ സിൻഡ്രോം എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ഇനി മെയിലിനകത്ത് 2 ക്രോമസോം, അതായത് 2 X ക്രോമസോമും ഒരു Y ക്രോമസോമും വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തായി? XXY എന്നായി അല്ലെ? ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ഫീമെയിലിനകത്ത് X ക്രോമസോം 3 എണ്ണം വന്നാൽ നമുക്ക് അതിനെ വിളിക്കുന്ന ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് വിളിക്കും. ഇനി മെയിലിനകത്ത് ഒരു 2 Y ക്രോമസോമും ഒരു X ക്രോമസോമും വന്നാൽ ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് XYY സിൻഡ്രോം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഒരു ക്രോമസോമിന്റെ വ്യത്യാസം വന്നാൽ അതിനകത്ത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മാറ്റങ്ങൾ വന്നു അല്ലെ? അപ്പൊ ഓരോ കണ്ടീഷനും ഓരോ പേരുകളുണ്ട്. ആ പേരുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനകത്ത് വരുന്ന വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതുവരെ എടുത്തിട്ടുള്ള ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റ് ബോക്സിനകത്ത് അറിയിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.